Dear students, welcome to Sapphire Future Academy Board Booster series. Today, we are going to discuss about evidences of evolution. Last session we studied evolution. What are the evidences of evolution? Evolution evidence. First, paleontological evidence. Paleontology. Paleontology ennu parnal endha? Paleontology ennu parnal endha? Fossil evidence. Second, comparative anatomy and morphology. Anatomy ennu parnal study of internal structure aanu, morphology external structure. Then biochemical evidence. Adayathu body ilulla biochemicals adinte similarities kondulla evidence. Then biogeography evidence, and last is embryological evidence. Appo these are the common evidences for evolution. First one paleontology, second one comparative anatomy and morphology, third one biochemical evidence, then biogeography and embryology. Adile first one ആണ് നമ്മൾ പറയാൻ പോകുന്നത് paleontological evidence. What is paleontology? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് paleontology എന്ന് പറഞ്ഞാൽ എന്താ? Study of fossil. Then what is paleontological evidence? Evidences by fossils. അല്ലേ? Evidences നമുക്ക് evidence കിട്ടുന്ന എവിടെ നിന്നാണ്? From the fossils. That means paleontology is study of fossil. The fossils are remains of past organism preserved in sedimentary rock. Past organism. ഈ past organism എവിടെയാ പ്രിസർവ് ചെയ്തിരിക്കുന്നത്? Preserved in sedimentary rocks. ഫോസിലൊക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ഫോസിൽ എന്നൊക്കെ അല്ലേ? അപ്പൊ അതിന്റെ എവിഡൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കുക. Rocks form sediments and a cross section of earth crust indicates the arrangement of sediments one over the other during the long history of earth. എന്ന് പറഞ്ഞാൽ എന്താ? Rock form sediment. ഈ റോക്കുകൾ സെഡിമെന്റുകൾ അട്ടിയായിട്ട് കിടക്കുകയാണ്. ഈ സെഡിമെന്റ്സിൽ എന്തുണ്ട്? അപ്പോ ഈ ക്രോസ് സെക്ഷൻ ഓഫ് എർത്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസ് സെക്ഷൻ ഓഫ് എർത്ത് ക്രസ്റ്റ് ഇൻഡിക്കേറ്റ് ദ അറേഞ്ച്മെന്റ് ഓഫ് സെഡിമെന്റ്സ്. സെഡിമെന്റ്സിന്റെ അറേഞ്ച്മെന്റ് വൺ ഓവർ ദി അതർ ഡ്യൂറിംഗ് ദ ലോങ് ഹിസ്റ്ററി ഓഫ് എർത്ത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോ സെഡിമെന്റിലും അതിന്റെ മുകളിൽ ആ സമയത്തുണ്ടായ ഓർഗാനിസത്തിന്റെ ഫോസിൽ ഉണ്ടാകും. അതിന് മുകളിൽ അടുത്ത എർത്തിന്റെ സെഡിമെന്റ് വരും. അവിടെ എന്ത് സംഭവിക്കും? ആ സമയത്തുണ്ടായ ആ ജിയോളജിക്കൽ ടൈം പീരീഡിൽ ഉണ്ടായ ഓർഗാനിസംസ് വരും. അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മൾ ഫോസിൽ എവിഡൻസ് എന്ന്, അതിന്റെ ബേസിസിൽ നമുക്ക് എവിഡൻസ്, എവല്യൂഷന്റെ എവിഡൻസ് കിട്ടുന്നു. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ഡിഫറെന്റ് ഏജ് റോക്ക് സെഡിമെന്റ്സ് കണ്ടെയ്ൻ ഫോസിൽസ് ഓഫ് ഡിഫറെന്റ് ലൈഫ് ഫോംസ് ഹൂ ഡൈഡ് ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് ദ പർട്ടിക്കുലർ സെഡിമെന്റ്. അല്ലെ? ആ സമയത്തുണ്ടായിരുന്ന ഓർഗാനിസംസ് ആ ഒരു, അതായത് പല ഡിഫറെന്റ് ഏജ് റോക്സ് ആണല്ലോ, ഓരോ കാലങ്ങൾ ചെല്ലുന്തോറും റോക്സ് സെഡിമെന്റ് ആയിട്ട് വരുമ്പോൾ ആ സമയത്ത് അന്ന് ജീവിച്ചിരുന്ന ഓർഗാനിസത്തിന്റെ ഫോസിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Some organism appear similar to modern organism. അതിനകത്ത് ചില ഓർഗാനിസംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമിലർ ടു മോഡേൺ, ഇന്നത്തെ ഡിസെൻഡന്റ് ഫോംസ് ആയിട്ട് സിമിലാരിറ്റീസ് ഉണ്ട്. They represent extinct organism. അതായത് അവർ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു എക്സ്റ്റിങ്ക്ട് ഓർഗാനിസം ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഡൈനോസർ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ട് കാണും ഈ ഡൈനോസേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ മിനിയേച്ചർ ഫോം അല്ലേ ഇന്ന് ഇവിടെ നമ്മൾ കാണുന്ന വോൾ ലിസാർഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതാണ് some organism appear similar to modern organism. They represent extinct organism like dinosaurs. A study of fossil in different sedimentary layers indicate the geological period, earth period, geological time scale. Earthinte pala periods aanu, geological period in which they existed. The study showed that life forms vary. ഈ പാലിയോntological സ്റ്റഡിയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടിയത്? ലൈഫ് ഫോംസ് വേരിഡ് ഓവർ ടൈം. ഓരോ സമയം കഴിയുന്തോറും ലൈഫ് ഫോംസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് certain ലൈഫ് ഫോംസ് ആർ റെസ്ട്രിക്റ്റഡ് ടു certain ജിയോളജിക്കൽ ടൈം സ്കെയിൽ. അല്ലെ? ചില ലൈഫ് ഫോംസ് ആ ഒരു സ്പെസിഫിക് ടൈം സ്കെയിലിൽ, ആ ഒരു സ്പെസിഫിക് ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ മാത്രമേ കാണാറുള്ളൂ.
Hence, new forms of life have evolved at different times in the history of Earth. അല്ലേ? അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ കാലഘട്ടങ്ങൾ മാറും തോറും, ഓരോ പീരീഡ്സ് ഇറാസ് മാറും തോറും നമ്മുടെ എർത്തിൽ ഉണ്ടാകുന്ന ലൈഫ് ഫോംസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ചേഞ്ചിനെയാണല്ലോ നമ്മൾ എവല്യൂഷൻ എന്ന് പറഞ്ഞത്, അല്ലേ? അതിലെ ഒന്നാമത്തെ എവിഡൻസ് എന്ന് പറയുന്നതാണ് പാലൈൻഡോളജിക്കൽ എവിഡൻസ്, അതായത് ഫോസിൽ എവിഡൻസ്. അതിനകത്ത് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഫോസിൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതെല്ലാം ഫോസിൽസ് ആണ്. ഇത് എവിടെയൊക്കെ നോക്കിയേ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഫിഷിനെ പോലെ തന്നെയുണ്ട്, അല്ലേ? അപ്പൊ ഇതാണ് ഫോസിൽ എവിഡൻസ്. ദെൻ സെക്കൻഡ്, നെക്സ്റ്റ് ഈസ് കമ്പാരിറ്റീവ് anatomy and morphological evidences show that similarities and differences among the organisms of today and those that existed years ago. രണ്ടാമത്തെ എവിഡൻസ് നമ്മൾ പറയുകയാണ് കമ്പാരിറ്റീവ് അനാറ്റമി ആൻഡ് മോർഫോളജി. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താ? സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. സിമിലാരിറ്റീസും കിട്ടും, അതുപോലെ തന്നെ ഡിഫറൻസസും. എമംഗ് ദ ഓർഗാനിസം ഓഫ് ടുഡേ, ഇന്നുള്ളവരും അതുപോലെ തന്നെ ദോസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇയേഴ്സ് എഗോ, വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായവരും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും നമുക്ക് ഈ കമ്പാരിറ്റീവ് അനാറ്റമി ആൻഡ് മോർഫോളജിയിൽ നിന്നും കിട്ടും. The evidences come from comparative study of external and internal structure. ഈ evidences എവിടെന്നാ വരുന്നത്? From comparative study of ഇന്നുള്ളവരും അന്നുണ്ടായിരുന്നവരും, അവർ തമ്മിലുള്ള comparative study of external എന്ന് പറഞ്ഞാൽ മോർഫോളജി, ഇന്റേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അനാറ്റമി. അതിൽ ഒന്നാമത്തേതാണ് ഹോമലോഗസ് ഓർഗൻ. ഹോമലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സ്ട്രക്ചറൽ ഡിസൈൻ, അവരുടെ സ്ട്രക്ചർ സെയിം ആണ്, പക്ഷേ അതിലെ ഫങ്ഷൻസ് ഡിഫറെന്റ് ആണ്. സെയിം സ്ട്രക്ചർ ബട്ട് ഹാവ് ഡിഫറെന്റ് ഫങ്ഷൻ. ദ ഓർഗൻസ് വിച്ച് ഹാവ് സെയിം സ്ട്രക്ചറൽ ഡിസൈൻ ബട്ട് ഹാവ് ഡിഫറെന്റ് ഫങ്ഷൻസ്, അതിനെയാണ് നമ്മൾ ഹോമലോഗസ് എന്ന് പറയുന്നത്. ഹോമലോഗസ് എന്ന് പറയുന്നത് ഡൈവേർജന്റ് എവല്യൂഷൻ ആണ്. ഹോമലോഗസ് എന്ന് പറയുന്നത് ഡൈവേർജന്റ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സെയിം സ്ട്രക്ചറൽ ഡിസൈൻ ആണ്, അല്ലേ? പക്ഷേ അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് എന്ന് പറയുമ്പോൾ അതെന്താ? ഡൈവേർജന്റ് ആണ്. ഓർത്തിരിക്കാനായിട്ട് HD, ഹോമലോഗസ്, H ഡൈവേർജന്റ്. അതിന് എക്സാമ്പിൾ പറയുന്നത് എന്തൊക്കെയാ നോക്കാം. ഫോർലിംസ് ഓഫ് ആനിമൽസ് ലൈക്ക് വെയിൽ, ബാറ്റ്, ദെൻ ചീറ്റ, അതുപോലെ തന്നെ ഹ്യൂമൻ. വെയിൽ, ബാറ്റ്, ചീറ്റ, ഹ്യൂമൻ, ഇവരുടെ എല്ലാവരും ഫോർലിംസ്, മുൻകാലുകൾ. അതെങ്ങനെയാണ്? ഹാവ് സിമിലർ അനാറ്റമിക്കൽ സ്ട്രക്ചർ. സിമിലർ അനാറ്റമിക്കൽ സ്ട്രക്ചർ സച്ച് ആസ്, എന്തൊക്കെയാണ് അവിടെയുള്ളത്? ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽ, മെറ്റാകാർപ്പൽ ആൻഡ് ഫാലാഞ്ചസ്, അല്ലേ? അപ്പോ അവരുടെ ഫോർലിംസിന്റെ സ്ട്രക്ചറിൽ അവിടെ വരുന്ന ഭാഗങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽ, മെറ്റാകാർപ്പൽ ആൻഡ് ഫാലാഞ്ചസ്. ഹോമലോഗി ഇൻ ഓർഗൻ ഇൻഡിക്കേറ്റ് കോമൺ ആൻസിസ്ട്രി. ഹോമലോഗി ആണോ? അത് കോമൺ ആൻസിസ്ട്രി ആണ്. ഈ ഒരു ആൻസിസ്ട്രിൽ നിന്നുമാണ് ഈ പറയുന്ന ഡിഫറെന്റ് ഫോംസ് വന്നിരിക്കുന്നത്. ഡിഫറെന്റ് ഫോംസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ വെയിൽ, ബാറ്റ്, ചീറ്റ, അല്ലേ? പിന്നെ അതെവിടെ പറഞ്ഞിരിക്കുന്നത്? ഹ്യൂമൻ. അപ്പൊ ഹോമലോഗി എന്ന് പറഞ്ഞാൽ എന്താ? ഇവർക്ക് എല്ലാവർക്കും എന്താ ഉള്ളത്? കോമൺ ആൻസിസ്റ്റേഴ്സ് ആണ്. Other example of homology are vertebrate heart and brain. അടുത്ത എക്സാമ്പിൾ ആണ് vertebrate heart and brain. In plants, thorns and tendrils of bougainvillea and cucurbitae. Thorns and tendrils of bougainvillea and cucurbitae. Thorns of bougainvillea and tendrils of cucurbitae. ഇതിന് രണ്ടിനും എന്താണ്? സെയിം സ്ട്രക്ചർ ആണ്, പക്ഷെ അതിന്റെ ഫങ്ഷൻസ് ഡിഫറെന്റ് ആണ്. Then homology is based on divergent evolution. The same structure developed along different direction. Same structure developed along different direction due to adaptations to different needs.
The condition is called as, ഈ കണ്ടീഷന് പറയുന്ന പേരാണ് divergent evolution. അപ്പോൾ homology എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the organs which have same structure but have different function, which indicates common ancestry, and that is divergent evolution. Then look the picture of this homologous organ. See, homologous organ, forelimbs of human, cat, bat, dolphin, whale. എല്ലാവർക്കും നമ്മൾ പറഞ്ഞ പോലെ ഹ്യൂമറസ്, ഇവിടെ ഓരോന്നും കാണിച്ചിട്ടുണ്ട്. ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽ, മെറ്റാകാർപ്പൽ, ഫലാഞ്ചസ്. ബാറ്റിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എല്ലാവരും നോക്കുക, എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ കോമൺ സ്ട്രക്ചർ ആണ്, പക്ഷെ ഫംഗ്ഷൻ ഡിഫറെന്റ് അല്ലേ? ഹ്യൂമൻസിന്റെ ഫോർലിംബിന്റെ ഫംഗ്ഷൻ ആണോ ബാറ്റിനുള്ളത്? അല്ലേ? അതുപോലെ തന്നെ അതാണോ കാറ്റിനുള്ളത്? എല്ലാത്തിന്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അടുത്തത് നോക്കുക, ബൊഗെയിൻവില്ലയുടെ തോൺസ് ആണ്, അതുപോലെ കുക്കുർബിറ്റയുടെ ടെൻഡ്രിൽസ് ആണ്. ഇത് രണ്ടും എന്താ? ദീസ് ടു ആർ ആക്സിലറി ബഡ് മോഡിഫിക്കേഷൻ ആണ്. ഇത് രണ്ടും ആക്സിലറി ബഡ് മോഡിഫിക്കേഷൻ, ആക്സിലറി ബഡ് ആണ്, ആക്സിലറി ബഡ് മോഡിഫിക്കേഷൻ ആണ്. അപ്പൊ രണ്ടും സെയിം സ്ട്രക്ചർ ആണ്, പക്ഷെ എന്റെ ഫംഗ്ഷൻ ഡിഫറെന്റ് അല്ലേ? തോൺസിന്റെ ഫംഗ്ഷൻ എന്താ? ഡിഫെൻസ്. അതുപോലെ തന്നെ ടെൻഡ്രിൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? ക്ലൈംബിംഗ് ആണ്. പക്ഷെ രണ്ടുപേരും എന്താ? സെയിം സ്ട്രക്ചർ ആണ്, അതായത് അത് രണ്ടും ആക്സിലറി ബഡ് മോഡിഫിക്കേഷൻ. ദെൻ നെക്സ്റ്റ് ഈസ് അനലോഗസ് ഓർഗൻ. അപ്പൊ അനലോഗസ് ഓർഗൻ എന്തായിരിക്കും? ഹോമലോഗസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അനലോഗസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദ ഓർഗൻസ് വിച്ച് ഹാവ് ഡിഫറെന്റ് സ്ട്രക്ചർ. അപ്പോൾ സ്ട്രക്ചറലി ദാറ്റ് ഈസ് ഡിഫറെന്റ് ബട്ട് ഹാവ് സെയിം ഫംഗ്ഷൻ. സ്ട്രക്ചറലി ഡിഫറെന്റ് ബട്ട് ഹാവ് സെയിം ഫംഗ്ഷൻ അല്ലേ? നോക്കുക, organs which are anatomically different but functionally similar are called as analogous organ. For example, wings of butterfly and bird. ബേർഡിന്റെ വിങ്സ് എന്ന് പറയുന്നത് എന്താണ്? അത് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ കാറ്റിന്റെയും ഹ്യൂമൻസിന്റെ ഒക്കെ പോലെ തന്നെയാണ് ബേർഡിന്റെ. പക്ഷേ ബട്ടർഫ്ലൈയുടെ വിങ്സ് എന്താണ്? അത് ശരിക്കും പറഞ്ഞിട്ടുള്ള സ്കെയില് പോലെയാണ് കാണുന്നത്. പക്ഷെ രണ്ടിന്റെയും ഫംഗ്ഷൻ എന്താ? സെയിം ആണ്. Then analogy refers to situation exactly opposite to homology. അല്ലേ? ആലോചിച്ച് നോക്കുക, ഹോമലോഗിയുടെ ഓപ്പോസിറ്റ് ആണ് എന്ത്? അനലോഗി എന്ന് പറയുന്നത്. അനലോഗസ് ഓർഗൻസ് ആർ റിസൾട്ട് ഓഫ് കൺവേർജന്റ് എവല്യൂഷൻ. ഹോമലോഗസ് എന്താണ്? ഡൈവേർജന്റ്. അനലോഗസ് എന്താണ്? കൺവേർജന്റ്. HDAC അല്ലേ? AC അനലോഗി കൺവേർജന്റ്, ഹോമലോഗി ഡൈവേർജന്റ്. It is the evolution in which different structures evolve from same function and hence similar and hence have similarity. എന്ന് പറഞ്ഞാൽ എന്താ? Evolution in which different structures evolve from same function. പല സ്ട്രക്ചേഴ്സ് ഒരേ ഫംഗ്ഷൻ ആണ്, പക്ഷെ എന്താണ്? അത് തമ്മിൽ എന്തുണ്ട്? ഫംഗ്ഷൻ ഒന്നാണ്, പക്ഷെ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനലോഗസ് ഓർഗൻ എന്ന് പറയുന്നത് അതിനെയാണ്. ആ ഹോമലോഗി അനലോഗി പഠിക്കുമ്പോൾ അതിലെ എക്സാമ്പിൾസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. അതർ എക്സാമ്പിൾസ് ഓഫ് അനലോഗി ആർ ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ്. ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് ഫംഗ്ഷൻ സെയിം ആണ്, സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ, അതും സെയിം തന്നെയാണ്. In plant, sweet potato and potato. Sweet potato, potato. ഇവിടെ കാണിച്ചിരിക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോ, പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോ, പൊട്ടറ്റോ. ഫംഗ്ഷൻ എന്താ? ഫുഡ് സ്റ്റോറേജ്. സ്വീറ്റ് പൊട്ടറ്റോ എന്ത് മോഡിഫിക്കേഷൻ ആണ്? റൂട്ട് മോഡിഫിക്കേഷൻ. പൊട്ടറ്റോ എന്താ? സ്റ്റെം മോഡിഫിക്കേഷൻ. അപ്പോൾ ഒരെണ്ണം റൂട്ടും ഒരെണ്ണം സ്റ്റെമ്മും ആണ്, പക്ഷേ ഫംഗ്ഷൻ സിമിലർ. അതുപോലെ അനലോഗസ് ഓർഗനിൽ ഇവിടെ വിങ് ഓഫ് ഇൻസെക്ട്, വിങ് ഓഫ് ടെറോഡാക്ടൈൽ, വിങ് ഓഫ് ബേർഡ്, വിങ് ഓഫ് ബാറ്റ്. കണ്ടോ? ഇതിന്റെ എല്ലാത്തിന്റെയും ഫംഗ്ഷൻ എന്താണ്? ഫ്ലൈറ്റിന് വേണ്ടിയുള്ളതാണ് അല്ലേ? പക്ഷെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. ഇതാണ് കമ്പാരിറ്റീവ് അനാറ്റമി ആൻഡ് മോർഫോളജി. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്, ഹോമലോഗി, അനലോഗി. ദെൻ നെക്സ്റ്റ് ഈസ് എംബ്രിയോളജിക്കൽ എവിഡൻസ്. എംബ്രിയോ നമുക്കറിയാം, ഓൾ ലിവിങ് ഓർഗാനിസം സ്റ്റാർട്ട് ദ ലൈഫ് എവിടെന്നാ തുടങ്ങുന്നത്? സൈഗോട്ട്. സൈഗോട്ട് ഡെവലപ്സ് ടു ഫോം എംബ്രിയോ. എല്ലാവരുടെയും എംബ്രിയോയിൽ ഏർലി സ്റ്റേജിൽ സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷേ അഡൽട്ടിലേക്ക് വരുംതോറും എന്ത് സംഭവിക്കും? ചേഞ്ചസ് സംഭവിക്കും. അതാണ് ഇവിടെ പറയുന്നത് എംബ്രിയോളജിക്കൽ എവിഡൻസ്. ഇത് പറഞ്ഞതാരാ? ഏണസ്റ്റ് ഹെയ്ക്കൽ proposed
Embryological support for evidence which was based upon the observation of some traits during the embryonic stages. Some traits, എല്ലാ ട്രേഡ്സും ഇല്ല, ചില ട്രേഡ്സ് എംബ്രിയോയിൽ എല്ലാവരുടെയും സെയിം ആണ്. That persisted in all vertebrate that are not found in adult. എംബ്രിയോയിൽ എല്ലാ വെർട്ടിബ്രേറ്റിന്റെ എംബ്രിയോയിലും കാണും, പക്ഷെ അത് എവിടെ കാണില്ല? Which is not found in adult. എക്സാമ്പിൾ നോക്കുക. All vertebrate embryos including human, നമ്മുടേതുൾപ്പെടെ എല്ലാ വെർട്ടിബ്രേറ്റ് എംബ്രിയോസിലും ഡെവലപ്പ് വെസ്റ്റിജിയൽ ഗിൽ സ്ലിറ്റ്സ്. എല്ലാത്തിലും എന്തുണ്ട്? വെസ്റ്റിജിയൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. വെസ്റ്റിജിയൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. ജസ്റ്റ് ബിഹൈൻഡ് ദ ഹെഡ്, അത് കാണുന്നത് എവിടെയാണ്? ജസ്റ്റ് ബിഹൈൻഡ് ദ ഹെഡ്, ഹെഡിന് പുറകിലായിട്ട് എല്ലാ വെർട്ടിബ്രേറ്റ്സിലും എന്തുണ്ട്? വെസ്റ്റിജിയൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഫങ്ഷണൽ. പക്ഷെ അത് ഫങ്ഷണൽ ആർക്ക് മാത്രമേ ഉള്ളൂ? ഓൺലി ഇൻ ഫിഷസ്. ഫിഷസിന് മാത്രം അത് ഫങ്ഷണൽ ആകും, അത് ഗിൽസ് ആയിട്ട് മാറും. നമുക്കുണ്ടോ? നമുക്ക് ഗില്ലല്ലോ, അല്ലല്ലോ. നമുക്ക് എന്താ ഉള്ളത്? റെസ്പിറേഷന് വേണ്ടിയുള്ള ലങ്സ് അല്ലേ? ആൻഡ് നോട്ട് ഫൗണ്ട് ഇൻ അതർ അഡൽട്ട് വെർട്ടിബ്രേറ്റ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എംബ്രിയോയിൽ എല്ലാവർക്കും എന്തുണ്ട്? വെസ്റ്റിജിയൽ ഗിൽ സ്ലിറ്റ്സ് പ്രസന്റ് ആണ്. അതും എവിടെയാണ്? ബിഹൈൻഡ് ദ ഹെഡ്. പക്ഷേ അത് ഡെവലപ്പ് ചെയ്തു വരുമ്പോൾ അതിനെല്ലാത്തിനും എന്ത് വരും? ചേഞ്ചസ് വരും. എന്നിട്ട് സം ഓർഗാനിസംസ്, ചിലതിന് മാത്രം എന്ത് കാണും? ഈ പറയുന്ന ഗിൽസ് കാണും. അതിന് എക്സാമ്പിൾ ഫിഷസ്. വേറെ ആരിലും അത് കാണാറില്ല. The proposal was disapproved by, ഈ പറയുന്ന എംബ്രിയോളജിക്കൽ എവിഡൻസ് ഡിസപ്രൂവ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് കാൾ ഏണസ്റ്റ് വോൺ ബെയർ. പറഞ്ഞതാരാണ്? ഏണസ്റ്റ് ഹെയ്ക്കലാണ് അല്ലെ? പറഞ്ഞത് ഹെയ്ക്കലാണ്, പക്ഷെ അത് ഡിസപ്രൂവ് ചെയ്തത് കാൾ ഏണസ്റ്റ് വോൺ ബെയർ. As he noted that embryos do not go through the adult phases of other animals. ഇനി അടുത്തത് ബയോജിയോഗ്രഫിക്കൽ എവിഡൻസ്. ഇവിടെ ഈ പിക്ചറോട് ഒന്ന് നോക്കിക്കോ. ഇത് കണ്ടോ? ഫിഷിന്റെ എംബ്രിയോ, സാലമാൻഡർ, ടോട്ടോയിസ്, ചിക്ക്, റാബിറ്റ്, മാൻ, എല്ലാവർക്കും ഏർലി സ്റ്റേജസിൽ നോക്കിയേ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. കണ്ടോ? ഏർലി സ്റ്റേജസിൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. ഇവിടെ എല്ലാത്തിലും ഗിൽസ് ഉണ്ട്. ഇവിടെ വരെ ഗിൽസ് ഉണ്ട്, മാൻ വരെ ഗിൽസ് ഉണ്ട്. അതിനുശേഷം അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഫിഷസിൽ ആ ഗിൽസ് കാണാം. സാലമാൻഡറിലും കുറച്ച് സമയം വരെ ഗിൽസ് ഉണ്ട്, പിന്നെ ഇല്ല. ടോട്ടോയിസ് വരുമ്പോൾ മുഴുവനായിട്ടില്ല. ഇവിടെയൊക്കെ നോക്കുക. ഓക്കെ, അതാണ് പറയുന്നത് എല്ലാ എംബ്രിയോയുടെയും ഫസ്റ്റ് സ്റ്റേജിൽ എന്തുണ്ട്? ഗിൽസ് ഉണ്ട്. അത് അഡൽട്ട് ആവുമ്പോൾ അത് ഉണ്ടാവുകയില്ല. Then comes to biogeographical evidence. Biogeographical evidence. The species restricted to a region develop unique features. The species restricted to a region develop unique features. ഒരു സ്പീഷീസ് ഒരു റെസ്ട്രിക്റ്റഡ്, ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രമുള്ളെങ്കിൽ അതിന് ചില യുണീക്ക് ഫീച്ചേഴ്സ് കാണും. ഓൾസോ ഈ ഫീച്ചേഴ്സ് എവിടെയും കാണുന്ന പറയുന്നത് ഓൾസോ സ്പീഷീസ് പ്രസന്റ് ഇൻ ഫാർ സെപ്പറേറ്റഡ് റീജിയൻ. ദൂരെ മറ്റേതെങ്കിലും റീജിയനിൽ കാണുന്നവരിലും എന്ത് കാണാറുണ്ട്? ഷോ സിമിലാരിറ്റി ഓഫ് ദ ആൻസ്. അപ്പോൾ അവർക്കും എന്ത് കാണാറുണ്ട്? സിമിലാരിറ്റീസ് കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കാണുന്ന സ്പീഷീസും അവിടെ ഉണ്ടായ സ്പീഷീസും ഇവർക്ക് എല്ലാവർക്കും എന്താ ഉള്ളത്? കോമൺ ആൻസിസ്റ്റർ ആണ്. ബയോ ജിയോഗ്രഫിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത്. ദ സ്പീഷീസ് റെസ്ട്രിക്റ്റഡ് ടു എ റീജിയൻ ഡെവലപ്പ് യുണീക് ഫീച്ചേഴ്സ്. Also, species present in far separated region show similarity of ancestry. ഇതാണ് ബയോജിയോഗ്രഫിക്കൽ എവിഡൻസ്. Then ആന്ത്രോപോജനിക് എവിഡൻസ്. ആന്ത്രോപോളജി സ്റ്റഡി ഓഫ് ഹ്യൂമൻസ് ആണ്. അപ്പൊ ആന്ത്രോപോജനിക് എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എവിഡൻസ് ബൈ ആക്ഷൻ ഓഫ് ഹ്യൂമൻസ് ആണ്, അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റ് ഓഫ് ഹ്യൂമൻസ്. ഹ്യൂമൻസിന്റെ ഇൻവോൾവ്മെന്റ് മൂലമുണ്ടായ എവിഡൻസ്. അതിന് പറയുന്നത് എന്താ? എക്സസ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്, herbicide has resulted in selection of resistant variety in a lesser time scale. Excess use of pesticide, insecticide, കൂടുതലായിട്ട് പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ഫോം ചെയ്യും? റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഫോം ചെയ്യും അല്ലേ? ഇപ്പോ ആദ്യമൊക്കെ പുഴുപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് ചത്തുപോകും, പിന്നീട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് തിന്നിട്ട് പോകും. എന്ന് പറഞ്ഞാൽ എന്താ? അവർ റെസിസ്റ്റന്റ് ആയി കഴിഞ്ഞു. അപ്പൊ
അപ്പൊ അത് തന്നെ ഇവിടെയും പറയുന്നത്, നമ്മൾ എക്സസ് ആയിട്ട് എന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും, അത് ഹെർബിസൈഡ് ആയിക്കോട്ടെ, പെസ്റ്റിസൈഡ് ആയിക്കോട്ടെ, ഇൻസെക്ടിസൈഡ് ആയിക്കോട്ടെ, എന്തും എക്സസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ഫോം ചെയ്യും? റെസിസ്റ്റന്റ് വെറൈറ്റീസ് ആർ ഫോംഡ്. This is also true for microbes against which antibiotics or drug have been used. All these evidences tell us that evolution is a stochastic എന്ന് പറഞ്ഞാൽ random process, stochastic process based on chance event in nature and chance mutation in the organism. അപ്പോൾ ഇവിടെ ആന്ത്രോപോജനിക് എവിഡൻസ് പറയുന്നത് എവല്യൂഷൻ എന്ന് പറയുന്നത് അതൊരു റാൻഡം പ്രോസസ്സാണ്, സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സാണ്, ബേസ്ഡ് ഓൺ ചാൻസ് ഇവന്റ് ഇൻ നേച്ചർ. അത് നേച്ചറിൽ വരുന്ന ചാൻസ് ഇവന്റിന്റെ ബേസ് ചെയ്തിട്ടാണ് ആ ചേഞ്ചസ് വരുന്നത്. ആൻഡ് ചാൻസ് മ്യൂട്ടേഷൻ ഇൻ ഓർഗാനിസം, ഒരു ഓർഗാനിസത്തിൽ വരുന്ന ബൈ ചാൻസ് വരുന്ന മ്യൂട്ടേഷൻ മൂലവും എവല്യൂഷൻ നടക്കാം. അതാണ് ആന്ത്രോപോജനിക്. ഇപ്പൊ നമ്മൾ എക്സസ് ആയിട്ട് ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല, ആ ഒരു ഏരിയയിലുള്ളവർക്ക് മാത്രമുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് ആണ്. എവല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് ആണ്, ബേസ്ഡ് ഓൺ ചാൻസ് ഇവന്റ് ഇൻ നേച്ചർ ആൻഡ് ചാൻസ് മ്യൂട്ടേഷൻ ഇൻ ദ ഓർഗാനിസം. ഇനി അടുത്തത് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ. എവിഡൻസസ് കഴിഞ്ഞു, ഇനി എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ. ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇൻഡസ്ട്രിയൽ മെലാനിസം. ഡ്യൂ ടു ഇൻഡസ്ട്രിയലൈസേഷൻ മെലാനിസം ഒക്കർ ഇൻ സം ഓർഗാനിസംസ്. ചിലർക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ മൂലം മെലാനിസം സംഭവിച്ചു. മെലാനിൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് ബ്ലാക്ക് കളർ പിഗ്മെന്റ് ആണല്ലോ, നമ്മുടെ ബോഡിക്ക് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണല്ലോ, അത് സംഭവിച്ചു. ഇതിന് എക്സാമ്പിൾ പറയുന്നത് എ കേസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ വാസ് സീൻ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ 1850s. 1850s എന്ന് പറയുമ്പോൾ അത് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. ഇൻഡസ്ട്രിയലൈസേഷന് മുന്നേ ഉള്ള സമയമാണ് ഈ പറയുന്ന 1850s. നിങ്ങൾ കേട്ടിട്ടുണ്ട് ലൈക്കൻസ് ആർ ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നുണ്ട്. വൈ? ബിക്കോസ് ലൈക്കൻസ് കനോട്ട് ഗ്രോൺ ഇൻ പൊല്യൂട്ടഡ് ഏരിയ. ഇവിടെയും പറയുന്നത് തന്നെയാണ്. ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷന്റെ സമയത്ത് ട്രീ ട്രങ്ക്സ് ആർ കവേർഡ് വിത്ത് ലൈക്കൻസ്. ട്രീ ട്രങ്ക്സ് ലൈക്കൻസ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ഒരു സ്പെഷ്യൽ പെപ്പേർഡ് മോത്ത് ഉണ്ടായിരുന്നേ. പെപ്പേർഡ് മോത്ത് എന്ന് പറഞ്ഞാൽ നിശാശലഭം എന്ന് പറയും മോത്ത്. അതിന്റെ സയന്റിഫിക് നെയിമാണ് ബിസ്റ്റൺ ബെറ്റുലാരിയ. ബിസ്റ്റൺ ബെറ്റുലാരിയ. ദിസ് മോത്ത് ഹാസ് 2 ഫോംസ്. ഇത് 2 തരത്തിലെ മോത്ത് ഉണ്ടായിരുന്നു. ഒരെണ്ണം വൈറ്റും ഒരെണ്ണം ബ്ലാക്കും. ഈ വൈറ്റിനെ തന്നെ നമ്മൾ ഗ്രേ എന്ന് ചിലപ്പോൾ കാണാം, അതും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഗ്രേ ഓർ വൈറ്റ് രണ്ടും കറക്റ്റ് തന്നെയാണ്. ഗ്രേ ഓർ ബ്ലാക്ക് കളേർഡ് മോത്താണ് അവിടെ ഉള്ളത്. ഇൻ ദ ഏർലി പീരീഡ് ഓഫ് 19th century, before industrialization, only the white colored forms of moth were present. The dark forms were rare. അപ്പൊ 2 തരം മോത്തുണ്ട്. പക്ഷെ ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷന്റെ സമയത്ത് വൈറ്റ് കളേർഡ് മോത്തായിരുന്നു കൂടുതൽ. ഡാർക്ക് കളർ മോത്ത് ഉണ്ട്, പക്ഷെ അത് കുറവായിരുന്നു. ദ ഗ്രേ എന്ന് പറഞ്ഞാൽ വൈറ്റ്. ദ ഗ്രേ കളേർഡ് മോത്ത് were seen on tree trunk covered with lichen and so they were able to escape from their enemies. എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലൈക്കൻസില് വൈറ്റ് കളേർഡ് മോത്ത് ഇരുന്ന് കഴിഞ്ഞാൽ their predators are not easily identified. അല്ലേ? ഗ്രേ കളർ തന്നെ. ലൈക്കൻസിന്റെ കളർ ഏകദേശം ഒരു സ്ലൈറ്റ് വൈറ്റിഷ് കളറാണ്. അവിടെ വൈറ്റ് കളർ മോത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പ്രഡേറ്റേഴ്സിന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. therefore the number of white colored moth increases. ആ സമയത്ത് വൈറ്റ് കളർ മോത്തിന്റെ നമ്പർ കൂടി. ലേറ്റർ അങ്ങനെ 1920s വന്നു. ഇത് പറഞ്ഞിരിക്കുന്ന 1850s ആണ് കേട്ടോ, ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ. 1920 ഡ്യൂ ടു ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ വരികയാണ്, ഇൻഡസ്ട്രീസ് കൂടുകയാണ്. പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ ദ ലൈക്കൻസ് വേർ കിൽഡ്. അവിടെ നിന്ന് ലൈക്കൻസ് മുഴുവൻ റിമൂവ് ചെയ്തു, അത് അവിടെ നിന്ന് പോയി. ആൻഡ് ദ ട്രീ ട്രങ്ക് ലുക്ക് ഡാർക്ക്. അവിടെ ട്രീ ട്രങ്കിന്റെ കളർ എന്തായി? നേരത്തെ ലൈക്കൻ ഉണ്ടായിരുന്നപ്പോൾ ഒരു വൈറ്റ് കളർ ആയിരുന്നു, അത് എന്തായി മാറി? ഡാർക്ക്. ഡ്യൂ ടു ദി ഡെപ്പോസിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സൂത്ത് കാരണം ട്രീ ട്രങ്കിന്റെ കളർ ഒരു ഡാർക്ക് കളറായിട്ട് മാറുകയാണ്.
birds now were able to spot these moth and feed upon them. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിച്ചത്? അതിന്റെ predators, ഈ മോത്തിന്റെ predator എന്ന് പറഞ്ഞ ഒരു ബേർഡ് ആണ്. ഈ ബേർഡ് ഈസിലി ഐഡന്റിഫൈ ദ മോത്ത്. ഈ മോത്തിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഫീഡ് ചെയ്യുകയാണ്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ വൈറ്റ് കളേർഡ് മോത്തിന്റെ നമ്പർ കുറഞ്ഞു, എന്നിട്ട് ആര് കൂടി? ഡാർക്ക് കളർ മോത്തിന്റെ നമ്പർ കൂടുകയാണ്. അതാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കുക, so the white colored moth were eaten by birds and the dark colored moth escaped from the birds. അല്ലേ? ആ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടില് വൈറ്റ് കളർ മോത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ predators are birds. They can easily identify the white color moth and അവരെന്ത് ചെയ്തു? Eaten by the birds. അവരതിനെ കഴിച്ചു. And the dark colored moth escaped from the bird. ആ സമയത്ത് ഡാർക്ക് കളേർഡ് മോത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ ആരുടെ നമ്പർ അവിടെ കൂടി? ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ഡാർക്ക് കളർ മോത്ത് അല്ലേ, അതിന്റെ നമ്പർ അവിടെ കൂടുകയാണ്. ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ആണെങ്കിലോ എന്തിന്റെ കളറാ കൂടിയത്? വൈറ്റ് കളേർഡ് മോത്ത് ആണ് കൂടിയത്. ആസ് ദ എൻവയോൺമെന്റ് select the black colored moth, so their number increase and the nature favors survival. ഇതിന്റെ സർവൈവലിന് കാരണമാരാ? നേച്ചർ ആണ്. കാരണം ഇവിടെ നിങ്ങൾ കാണിച്ചിരിക്കുന്ന നോക്കി, ഇൻഡസ്ട്രിയൽ മെലാനിസം ഇൻ പെപ്പേർഡ് മോത്ത്. ഈ കാണിച്ചിരിക്കുന്നത് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. ഇത് ബിഫോർ ആണ്, ഇത് ആഫ്റ്റർ ആണ്. ബിഫോറിൽ നോക്കുക, ട്രീ ട്രങ്ക് ആർ കവേർഡ് വിത്ത് ലൈക്കൻസ്. അങ്ങനെ വരുമ്പോൾ രണ്ട് കളേർഡ് മോത്ത് ആണ്. ഇത് കണ്ടോ, ഡാർക്ക് കളർ മോത്തും വൈറ്റ് കളർ മോത്തും. പെട്ടെന്ന് കാണാൻ പറ്റുന്നത് ഏതിനെയാണ്? വ്യത്യാസം നോക്കുക, ഇവരെ പെട്ടെന്ന് കാണാൻ പറ്റില്ല, ഇവരെ കാണാൻ പറ്റും. അപ്പോ ബേർഡ്സ് എന്ത് ചെയ്തു? ഇവരെ പിടിച്ചു കഴിച്ചു. ഇനി ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ നോക്കിയേ, ഇവിടെ ആരെ പെട്ടെന്ന് കാണാൻ പറ്റുന്നത്? ഇവരെയാണ് കാണാൻ പറ്റുന്നത് അല്ലെ? വൈറ്റ് കളർ മോത്തിനെയാണ് കാണാൻ പറ്റുന്നത്. ഡാർക്ക് കളർ, ഇവിടെ ഡാർക്ക് കളർ ഇപ്പുണ്ട്, ഇതിനെ കാണാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആര് കൂടി? ഡാർക്ക് കളർ മോത്ത് നമ്പർ കൂടി. ഇതാണ് നാച്ചുറൽ സെലക്ഷൻ. അതിന് എക്സാമ്പിൾ ആണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തെല്ലാം കാര്യങ്ങളാണ്? ഒന്ന്, എവിഡൻസസ് ഓഫ് എവല്യൂഷൻ പഠിച്ചു. പിന്നെ എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, താങ്ക് യു.